ഈ പള്ളിയിൽ വെച്ച് ഒരു ജനാസ നിസ്കാരം നടന്നിരുന്നു. താഹിർ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച ഒരാളുടെ മയ്യത്ത് നിസ്കാരം. ആ സഹോദരങ്ങൾ മുഴുവനും 3 പേരും ഈ മുഹിമ്മത്തിന് താഹിർ തങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെട്ടവരായിരുന്നു. തൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആയിരിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച ഒരാളുടെ മയ്യത്ത് നിസ്കാരം. ചെറിയ പ്രായത്തിൽ, കൗമാരപ്രായത്തിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ, ഇവിടെ നിന്ന് ആ ഒരു വിധിയുടെ വല്ലാത്തൊരു പരീക്ഷണം നേരിട്ട് 22ാമത്തെ വയസ്സിൽ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട അനസ് എന്ന ഹാഫിൽ അനസ് എന്ന് പറയുന്ന 22 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുമോൻ്റെ മയ്യത്ത് നിസ്കാരം 2 ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് മയ്യത്ത് കൊണ്ടുവന്ന് കോഴിക്കോട് നിന്ന് ഉസ്താദ് കാന്തപുരം ഉസ്താദ് മയ്യത്ത് നിസ്കാരം നേതൃത്വം നൽകി ഒടുവിൽ ഇവിടെ മുഹിമാത്തിൽ കൂടി നിസ്കരിച്ചിട്ടാണ് തൻ്റെ ബാലപ്പുഴയിലെ ബാക്രബലിലെ വീട്ടിലേക്ക് പോയത്. എന്താണ് അനസും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 7 മാസമായി അനസിനെ ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട്. ഞങ്ങൾ കാണുന്നത് കാസർഗോഡ് അഭയം ഡയാലിസ് സെൻ്ററിലെ ഡയാലിസ് ചെയ്യുന്ന കിടക്കയിൽ വെച്ചാണ് അനസിനെ കാണുന്നത്. ഞങ്ങളുടെ അവിടെ ഏതാണ്ട് 78 രോഗികളുണ്ട്. അതിൽ പലരും ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിന് വിധേയമാകുന്ന ആൾക്കാരുണ്ട്. ഡയാലിസിസ് നിങ്ങൾക്കൊക്കെ അറിയാം, 2 വൃക്കകൾ നഷ്ടപ്പെട്ടാൽ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മടുപ്പിക്കുന്ന പ്രക്രിയയാണ്. 3 പ്രാവശ്യം ആഴ്ചയിൽ ഡയാലിസ് ചെയ്യുന്ന രോഗികളുണ്ട്. എന്നാൽ അനസ് ആഴ്ചയിൽ 4 പ്രാവശ്യം ഡയാലിസ് ചെയ്യുന്ന രോഗിയായിരുന്നു 22 വയസ്സിൽ. പക്ഷെ അനസ് അവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിതമായിരുന്നു അനസിൻ്റെത്. അവിടെ സഹോദര മനസ്സിലായ ഒരുപാട് ആളുകളുണ്ട് ഡയാലിസ് ചെയ്യാൻ വേണ്ടി വരുന്ന. അവിടെ ജീവനക്കാരായി ഒരുപാട് സഹോദര മനസ്സിലായ ആൾക്കാരുണ്ട്. അവർക്ക് അത്ഭുതത്തോടെ അനസിനെ നോക്കിക്കാണാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഡയാലിസിന് കയറുന്നതിന് മുമ്പായി അവൻ വാഷ്റൂമിൽ കയറി വുളു എടുത്തിട്ടേ കയറും. എന്നിട്ട് ഡയാലിസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ നേരമാകുമ്പോഴേക്കും അവൻ നിസ്കരിക്കും. ഒരൊറ്റ നിസ്കാരം പോലും. രോഗിക്ക് ഇളവുണ്ട്, നമുക്കൊക്കെ അറിയാം. പക്ഷെ അനസ് നിസ്കാരം ഒഴിവാക്കില്ല. അനസിന്റെ ജ്യേഷ്ഠൻ ഞാൻ റിൽവാൻ ഹിമമി പറയുന്നുണ്ട്, ആ മയ്യത്ത് കടന്നു വരുന്നതിന്റെ ഇടവേളയിൽ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, ഡയാലിസ് കഴിഞ്ഞ് 2ാമത്തെ ഷിഫ്റ്റിൽ ഡയാലിസ് കഴിയുമ്പോൾ അത് അവസാനിക്കുമ്പോൾ ഏതാണ്ട് 6 മണി 7 മണിയൊക്കെ ആവും. പലപ്പോഴും 2-3 ബസ് മാറി കയറിയിട്ടാണ് എപ്പോഴും കൊണ്ടുവരാൻ ആളൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ വീട് മഞ്ചേശ്വരത്തെ ബാക്രബലിലാണെങ്കിലും കഴിഞ്ഞ 7 മാസമായി താമസിക്കുന്നത് നമ്മുടെ ഈ പെദ്രപ്പള്ളിയിലുള്ള മദീനത്തുനൂർ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. അവിടെ നിന്ന് ബസ്സുകൾ മാറി കയറി തിരിച്ചെത്തി ഒന്ന് കുളിച്ചൊരുങ്ങി നിസ്കാരം കഴിയുമ്പോൾ 9 മണിയാവും. ഡയാലിസ് കഴിയുമ്പോൾ ഒരു അസഹനീയമായ ഒരു ക്ഷീണമുണ്ട്. പക്ഷേ 9 മണിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അനസ് അല്ലെങ്കിൽ പതിപോലെ രാവിലെയൊക്കെ അനസ് കുട്ടികൾക്കൊക്കെ ഇഫ്ള് പറഞ്ഞു കൊടുക്കും. അതന്ന് ഡയാലിസിന് പോകുന്ന അന്ന് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ 9 മണിക്ക് അനസ് ഈ കുട്ടികളൊക്കെ വീണ്ടും വിളിച്ചു വരുത്തും. എന്നിട്ട് രാവിലെ തനിക്ക് എടുക്കാൻ കഴിയാത്ത ക്ലാസ് അന്ന് 9 മണിക്ക് രാത്രി എടുത്തു കൊടുക്കും. അനസ് പറഞ്ഞൊരു കാരണമുണ്ട് അത്രേ, അല്ലെങ്കിൽ എന്റെ ഭക്ഷണം ഹലാലാവില്ല, ഞാൻ ഇവിടെ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണമെങ്കിൽ എനിക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കണമെന്ന്. ജീവിതത്തിൽ ചെറിയ സങ്കടത്തോടെ പറയുന്ന കാര്യമുണ്ട്. ചെറിയ പ്രായത്തിൽ തൊട്ടേ, അറിഞ്ഞ പ്രായം തൊട്ടേ ഒരു തഹജ്ജുദ് മുടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന അനസാണ്. ഇത്ര വർഷമായി ഡയാലിസിന് കടന്നു പോകുന്നു. എന്നിട്ടും കഴിഞ്ഞൊരു 3 ആഴ്ച മുമ്പാണ് അവൻ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 3 പേര് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ അപകടം സംഭവിച്ചത് അനസിനാണ്. ഈ ഡയാലിസിന്റെ കൂടെ, ഈ ഹൃദ്രോഗങ്ങളുടെ കൂടെ, ഈ രോഗങ്ങളുടെ ഒക്കെ കൂടെ അവന്റെ 2 കാലിനെയും തകർന്നു പോയി. എല്ലുകൾ തകർന്നു, ഫ്രാക്ചർ ഇട്ടു, കയ്യും തകർന്നു. 2 കാലുകളും ഫ്രാക്ചർ ഇട്ട്, കയ്യും ഫ്രാക്ചർ ഇട്ടിട്ടാണ് പിന്നെ ഡയാലിസിന് വന്നത്. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു സെൽഫി എനിക്ക് അയച്ചു തന്നു. പറഞ്ഞു ഒരു ആക്സിഡന്റ് പറ്റി, കാസർഗോഡ് ഹോസ്പിറ്റലുള്ളത്. എന്നിട്ട് ഒരു സങ്കടമില്ല അനസ് പറയുന്നു. അല്ലാഹു പരീക്ഷണം സത്യവിശ്വാസികളെ വല്ലാണ്ട് പരീക്ഷിക്കും. എന്റെ വാട്സപ്പിൽ ഇപ്പോഴും ആ വോയിസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. സത്യവിശ്വാസികളെ വല്ലാണ്ട് പരീക്ഷിക്കും. ഒരുപക്ഷെ ആഖിറത്തിൽ വലിയ ദറജകൾ എനിക്ക് തരാൻ വേണ്ടിയായിരിക്കും ഈ പരീക്ഷണം കടന്നു പോകുന്നത് എന്ന് സംയമനത്തോടെ പറഞ്ഞ അനസ്. എല്ലാ റബീഉൽ അവ്വലിലും അബൈദ് ഞങ്ങൾ മൗലൂദ് സംഘടിപ്പിക്കാറുണ്ട്. പ്രിയപ്പെട്ട ഹാമിദ് തങ്ങളാണ് എപ്പോഴും മൗലൂദിന് വരാറുള്ളത്. ഇപ്രാവശ്യം ഞങ്ങളുടെ അവിടെ മൗലൂദ് ഞങ്ങൾ വിചാരിച്ചു, അനസ് എപ്പോഴും റബീഉൽ തുടങ്ങിയ ദിവസത്തോട് ചോദിക്കുന്നു, നമുക്ക് മൗലൂദ് ഓതണ്ടേ, നമുക്ക് അബൈദൊരു മൗലൂദ് ഓതണം. ഞാൻ ഇപ്രാവശ്യം ഒരു കാര്യം തീരുമാനമെടുത്തു. അവിടെ ഡയാലിസ് ചെയ്യുന്ന അനസും അതുകൂടാതെ 2 ഉസ്താദുമാരുണ്ട്, നമുക്ക് അവരെ മാത്രം വെച്ച് മൗലൂദ് ഓതാമെന്ന്. അന്ന് ആ മൗലൂദ് സദസ്സിൽ വെച്ച് അനസ് പറഞ്ഞു, എനിക്ക് കുറച്ച് ബൈത്ത് പാടണം. അനസ് വളരെ മനോഹരമായി ബൈത്ത് ആലപിക്കുന്ന, പാട്ടുപാടുന്ന കുട്ടിയായിരുന്നു അനസ്. അവർ ആലപിച്ചൊരു പാട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ എന്നൊരു സമയം വൈകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേഗം അത് കഴിഞ്ഞു. അപ്പോഴും ഞങ്ങൾക്ക് അത് കൊതി തീർന്നില്ല കേട്ടിട്ട്. നമ്മുടെ കമ്മിറ്റിയിൽപ്പെട്ട റഹീം ബദ്രിയ എന്ന് പറയുന്ന അവന് വീട്ടിലൊരു സദസ്സ് സംഘടിപ്പിച്ചു. അനസിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം, അനസിന്റെ ബൈത്ത് കേൾക്കാൻ വേണ്ടി മാത്രം. അനസും അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ വന്നു. എന്നിട്ടൊരു റബീഉൽ അവ്വലിന്റെ ഒരു പ്രകീർത്തന സദസ്സ് റഹീം വീട്ടിൽ വെച്ച് സംഘടിപ്പിച്ചു. അനസിന്റെ ഇങ്ങനെ കഥ പറഞ്ഞു തുടങ്ങിയാൽ ഇപ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ഒരു ഞായറാഴ്ചയാണ്, അത് ശനിയാഴ്ച ഡയാലിസ് കഴിഞ്ഞ് എറണാകുളത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം ഡോക്ടർക്ക് കാണിച്ചു. ചെറിയൊരു കാര്യം മാത്രം ഉണ്ടായിരുന്നു. എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഉമ്മയും പങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞാൽ ആരും വരണ്ട, ഇച്ചോട് പറഞ്ഞു നിങ്ങൾ വരണ്ട, ഞാൻ പോയിക്കോളാം. എന്നിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് 3 മണിക്കൂർ മുമ്പ്, 2-2.5 മണിക്കൂർ മുമ്പ് അഭയത്തിന്റെ ഫോണിലേക്ക് ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. ഞാൻ കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി വയസ്സ് അയച്ചു. പക്ഷേ കുറെ സമയം അവൻ തിരിച്ചു വന്നത് അവന്റെ ജീവനില്ലാത്ത ശരീരമായിട്ടാണ്. ഇപ്പോഴും അത്ഭുതത്തോടെ നോക്കി എന്തിനു വേണ്ടിയാണ് അനസ് ഒരു ഉൾവിളി പോലെ എറണാകുളത്തേക്ക് പോയത്. അതൊരു പക്ഷേ കോഴിക്കോട് വെച്ച് മയ്യത്ത് നിസ്കരിക്കാൻ താൻ ഏറെ ആഗ്രഹിച്ച, താൻ സ്വപ്നം കണ്ട സുൽത്താനുൽ ഉലമ നേതൃത്വം കൊടുക്കണമെന്ന ആഗ്രഹം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അവൻ എറണാകുളത്ത് പോയേ തീരൂ. തിരികെ വരുന്ന വഴിക്ക് കോഴിക്കോട് നിർത്തിയേ തീരൂ. അതിന്റെ ഒരു നിമിത്തമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇന്ന് അനസ് നമ്മോടൊപ്പം ഇല്ല.
ബാലപ്പണി പള്ളിമുറ്റത്ത് മൈലാഞ്ചി ചെടികൾക്ക് താഴെ ഇപ്പോഴും ചിലപ്പോൾ അതിന്റെ മണ്ണുണങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ അനസ് ബാക്കി വെച്ച, അനസ് കാണിച്ചു തന്ന ഒരു വളരെ മനോഹരമായ ഓർമ്മകൾ, മനോഹരമായ മാതൃകകൾ, ഇത്തരം മടസ്തർപൂർവ്വം അത്ഭുതത്തോടെ ഇങ്ങനെ ഡയാലിസിനിടയിലും ആരാധന നിർവഹിക്കാം, നിസ്കരിക്കാമോ എന്ന് അത്ഭുതപ്പെട്ടു പോയ ഒരു മനോഹരമായ ഒരു ജീവിതം കാഴ്ചവെച്ചാണ് അനസ് മടങ്ങിപ്പോയത്. അനസിനെയും നമ്മളെയൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്